ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു അടിപൊളി കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഒത്തിരി വിഷാംശമൊക്കെ തളിച്ച് വരുന്നത് കാരണം നമുക്ക് ഇത് നന്നായിട്ട് ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെക്കണം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു ഹാഫ് കുക്ക് ആവുന്ന വരെയൊക്കെ തിളപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് അടച്ച് വെച്ച് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല ക്ലീനായി ഫ്രഷായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇനി നമുക്കിതിൽ കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഉപ്പും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പൈസി ആവണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഓൾറെഡി നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ പീസിലൊക്കെ. അത് കാരണം നമ്മൾ കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ആയാലും ചേർത്ത് കൊടുക്കാം. പിന്നെ അരിപ്പൊടി, കോൺഫ്ലോർ, പിന്നെ കുറച്ച് മൈദ, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഒരു 1 ടീസ്പൂൺ വീതം കുറച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം കൂടെ തളിച്ചിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എരിവോ ഉപ്പൊക്കെ കുറവാന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ കേട്ടോ. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ കേട്ടോ. നമ്മുടെ കോളിഫ്ലവർ ഒരു ഹാഫ് കുക്ക് ഇതാണല്ലോ, നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ചുകൂടെ സ്പൈസി ആണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വൈകുന്നേരം അടിപൊളിയാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഇത് സൂപ്പറാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതൊരു അത്യാവശ്യത്തിനൊരു ക്രിസ്പിയൊക്കെ ആയി വരുമ്പോൾ, നന്നായി കുക്കൊക്കെ ആയി അടിപൊളിയായിട്ട് വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ. അപ്പോൾ താങ്ക് യു.